ഹായ്, എല്ലാവർക്കും നമസ്കാരം. തിന്നക്കോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വിയ്യൂരുള്ള ജോൺസ് ഹോണ്ട, അതായത് തൃശ്ശൂരാണേ, ആ ഹോണ്ടയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ കുറെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണണം. നിങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും ആ വീഡിയോയിൽ ഉണ്ടാവും. അപ്പം ഞങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെയാണ് അതിന്റെ ഡെലിവറി. അപ്പം എല്ലാ വിശേഷങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ജീവിതത്തില് ചില സ്വപ്നങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണോ നടക്കുന്നത്? ചില യാത്രകള്, ചില അനുഭവങ്ങള്, ആ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ വിതയ്ക്കുന്നത് അല്ലെ? ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കാർ വാങ്ങിയ കഥയല്ല, ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ കഥയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുടുംബമായി മൂകാംബിക അമ്മയുടെ ദർശനത്തിന് പോയിരുന്നു. ആ യാത്ര ഞങ്ങൾ ബസ്സിലായിരുന്നു കേട്ടോ ആരംഭിച്ചത്. പക്ഷെ ഒരുപാട് നേരം ബസ് കാത്തുനിന്നു. യാത്രക്കിടയിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പാതി വഴിയിലൊക്കെ ഇറങ്ങേണ്ടി വന്നു. അവിടെ നിന്ന് മകളും ഭർത്താവും അവരുടെ കാറിലാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. ആ യാത്രയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം മനസ്സിലാലോചിച്ചത്. ഇങ്ങനെയുള്ള ദീർഘയാത്രകൾക്ക് നമ്മുടെ സ്വന്തമായ ഒരു നല്ല കാറുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ആ നിമിഷമായിരുന്നു ഈ സ്വപ്നത്തിന്റെ തുടക്കം. സത്യത്തിൽ ഞങ്ങൾക്ക് ഇതിനോടകം 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു കാർ വാങ്ങുക എന്നത് ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും വാങ്ങാം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രം. പക്ഷെ മൂകാംബിക അമ്മയുടെ അനുഗ്രഹമോ ദൈവത്തിന്റെ തീരുമാനമോ, ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന വേഗത്തിൽ അങ്ങ് സംഭവിച്ചു. അങ്ങനെ തന്നെയായിരുന്നു ഇതും. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളെ എത്തിച്ചത് തൃശൂർ വിയ്യൂരിലുള്ള ജോൺസ് ഹോണ്ടയിലേക്കാണ്. ഒരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ പണം മാത്രമല്ല ചെലവാക്കുന്നത്, ഒരു വിശ്വാസമാണ് നൽകുന്നത്. ആ വിശ്വാസം ഞങ്ങൾക്ക് പൂർണ്ണമായി തിരികെ തന്ന സ്ഥലമാണ് ജോൺസ് ഹോണ്ട. ആദ്യ ദിവസം മുതൽ ഡെലിവറിയുടെ തലേ ദിവസം വരെയും ഓരോ സ്റ്റാഫും ഞങ്ങളോട് കാണിച്ച ആത്മാർത്ഥത വളരെ സ്പെഷ്യലായിരുന്നു കേട്ടോ. ഒരു സംശയം ചോദിച്ചാൽ വീണ്ടും ചോദിച്ചാലും ഒരിക്കലും ഒരു മടുപ്പ് കാണിക്കാതെ വളരെ ക്ഷമയോടെ എല്ലാം പറഞ്ഞു തന്നു. ഒരു ഉപഭോക്താവിനോട് എങ്ങനെ പെരുമാറണം എന്നതിന് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെയുള്ള ടീം. ഇന്ന് സെയിൽ ക്വാളിറ്റി മാനേജറിനോട് സംസാരിക്കാനും ഞാൻ നോക്കി. അവരുടെ സമീപനത്തിലും സംസാരത്തിലും ഉപഭോക്താവിനോടുള്ള കരുതലാണ് ഞങ്ങൾക്ക് കൂടുതൽ അനുഭവപ്പെട്ടത്. അത് ഈ ഷോറൂമിന്റെ സംസ്കാരമാണെന്ന് തോന്നി. സത്യത്തിൽ ഈ കാർ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞ് വാങ്ങാമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷെ ജോൺസ് ഹോണ്ട ടീമിന്റെ കൃത്യമായ മാർഗനിർദ്ദേശവും അവരുടെ പിന്തുണയും ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നു. 1 വർഷത്തെ കാത്തിരിപ്പ് 1 മാസം മാത്രമായി മാറി. അതിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. ഒരു ഷോറൂമിന്റെ ഭംഗി കെട്ടിടത്തിലല്ല, അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സിലാണ്. ആ മനസ്സ് ഞങ്ങൾ ഇവിടെ കണ്ടു. സ്നേഹത്തോടെ സംസാരിക്കുന്ന സ്റ്റാഫ്, വൃത്തിയുള്ള അന്തരീക്ഷം, ഓരോ കാര്യത്തിലും കൃത്യത, ഇതൊക്കെയാണ് ജോൺസ് ഹോണ്ടയെ വേറിട്ട് നിർത്തുന്നത്. നാളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ പുതിയ ഹോണ്ട എലിവേറ്റ് എത്തുകയാണ്. ഈ സന്തോഷം മൂകാംബിക അമ്മയുടെ അനുഗ്രഹമായും ഞങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായും ഒപ്പം നിന്ന നല്ല മനുഷ്യരുടെ പിന്തുണയായും ഞങ്ങൾ കാണും. നമസ്കാരം മാഡം, ഞാൻ പരിചയമുണ്ടല്ലോ ഞാൻ സെയിൽസ് ക്വാളിറ്റി മാനേജറാണ്. മാഡത്തിന്റെ കൺസൾട്ടന്റ് സാന്ദ്രയാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഒക്കെ നമുക്ക് മാമിന് ഇപ്പം ഞാൻ നിൽക്കുന്നത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ്. അതായത് കസ്റ്റമർക്ക് എന്താണോ നമ്മുടെ അടുത്ത് കൺവേ ചെയ്യാനുള്ളത് അതിനോട് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് എന്റെ ഡെസിഗ്നേഷൻ വൈസ് വരുന്നത്. സോ നമ്മളെല്ലാ സപ്പോർട്ടും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻക്വയറീസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് ഞാന് ഷോറൂമിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും അല്ലാട്ടോ. ഈ വീഡിയോ കാണുന്ന ജോൺസ് ഹോണ്ടയിലെ എല്ലാ സ്റ്റാഫിനോടും ഞാൻ നന്ദി പറയാണ്. കാരണം ഇങ്ങനൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. ഒരു വാഹനം നൽകിയത് മാത്രമല്ലല്ലോ, ഒരു മനോഹരമായ അനുഭവം തന്നെ തന്നതല്ലേ, ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒപ്പം നിന്നതല്ലേ. അപ്പൊ 1000 നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സേവനം ഇനിയും ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകാകട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള യാത്രകളും ജീവിതാനുഭവങ്ങളും ക്ഷേത്രവിശേഷങ്ങളും കാണാൻ ഞങ്ങളുടെ ടിന്നക്കോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.